തുണി തുന്നിക്കിട്ടുന്ന വരുമാനവും മക്കളുടെ സഹായത്തോടെയും വീട്ടമ്മയുടെ അന്നദാനം 6 മാസം പിന്നിട്ടു എന്നുള്ളതാണ്. ഭർത്താവ് ഉപേക്ഷിച്ചതോടെ 3 മക്കളെയും കൊണ്ട് വിശപ്പകറ്റാൻ കൈനീട്ടേണ്ടി വന്ന ജീവിതാനുഭവമാണ് കൊല്ലം പാൽക്കുളങ്ങര സ്വദേശിനി ജലജയെ അന്നദാനം നൽകാനായി പ്രേരിപ്പിച്ചത്. ഈ റിപ്പോർട്ടാണ് നമ്മൾ ഇനി അവസാനമായി ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇന്ന് കാണാൻ പോകുന്നത്. അതിനുശേഷം സ്പീഡ് ന്യൂസുമായി ആര്യ എത്തും. ഇതാണ് നമ്മുടെ ജലജ. നമ്മുടെ അന്നദാനം ചെയ്യുന്ന ജലജതയെ വന്നു. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ജലജ. നമുക്കിനി പരിചയപ്പെടാം. സ്വന്തം എൻ്റെ അനുഭവം കൊണ്ടാണ് മോനെ. ഒരു 10-20 വർഷത്തിന് മുമ്പേ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുമ്പോൾ 3 കുഞ്ഞുങ്ങളും ഞാനും വളരെയേറെ കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികളുമൊക്കെ ചെയ്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സമയത്ത് ഞങ്ങൾ മരിക്കണമെന്നുള്ള തീരുമാനത്തിൽ വന്നപ്പോൾ പാൽക്കുളങ്ങര അമ്പലത്തിലാണ് ഞങ്ങളെ പിടിച്ച് നിർത്തിയതും അവിടെ വായിക്കുന്നവർ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പരിസരക്കാരെല്ലാം ആഹാരവും ഭക്ഷണവും എല്ലാം തന്നു. ഞങ്ങൾ അങ്ങനെ മക്കളെ വളർത്തി, മക്കളൊക്കെ ഒരു കര പറ്റി. അപ്പോഴും ഞാൻ ഒരുപാട് വീടുകളിൽ നിന്ന് ചോറ് വാങ്ങിച്ച് എൻ്റെ മക്കൾക്ക് കൊടുത്തതും ഞാൻ കഴിച്ചതും. ഈ ഇടക്കാലത്തും വിശപ്പിന് ഞാൻ പോയി എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു വഴി തന്നാൽ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഈ പാവത്തുങ്ങൾക്ക് കൊടുക്കണമെന്ന്. ഞാൻ ഓച്ചറ 10 കൊല്ലം കൊണ്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് സുഖമില്ലാതായി ആയതിൽ ഞാൻ ഇവിടെ വന്നിരുന്നത്. അങ്ങനെ ഈ അമ്മ നൽകുന്ന ആഹാരം വളരെ ഉപകാരം തന്നെ. ദൈവം ആ അമ്മയ്ക്ക് നല്ലൊരു ഇത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയെ എനിക്കുള്ളൂ എപ്പോഴും. ഇപ്പം ഈ അമ്മ ഒരുപാട് നാൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുങ്ങിയ ഒരു 6 മാസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. നല്ല സഹായം തന്നെ. അവർ ചോറ് കൊടുക്കുന്നത് പലർക്കും നല്ലതാണ്. വിശന്നിരുന്നവർക്ക് അവർ ചോറ് കൊടുക്കും. ബാക്കി വീട്ടിലേക്ക് എനിക്ക് കുറച്ച് ചോറ് തരും. അതേ ഉപകാരം. അത്രയേ ഉള്ളൂ പറയണം. സിമ്പതിക്കോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല. ഇത് കണ്ടുകൊണ്ട് ഒന്നുമില്ലാത്ത ഞാനിത് ചെയ്യുമ്പോൾ ഉള്ളവരൊരു 5 പേർക്കെങ്കിലും കൊടുക്കണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന. പിന്നെ ഒത്തിരി പേര് വിളിക്കുകയും പറയുകയും. ചേച്ചിയുടെ ജീവിതാനുഭവമാണ് ഇങ്ങനെ എത്തിച്ചത്. അതെ, എൻ്റെ സ്വന്തം അനുഭവമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് വിശന്ന് കറങ്ങി വന്നപ്പോൾ എന്നെ ഒരാൾ പറഞ്ഞ് ഇന്നടുത്ത് പോയാൽ അവരുടെ കൂടിയ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ വിശന്ന് കറങ്ങി ഇവിടെ വന്ന് ഇവരുടെ കൂടെ കൂടിയത്. മക്കളും ഇല്ല, ഭർത്താവും ഇല്ല, ആരുമില്ല എനിക്ക്. മനുഷ്യ സ്നേഹത്തിൻ്റെ ആൾരൂപമാണ് നമ്മുടെ ജലജയമ്മ. അവരുടെ ഈ അന്നദാനം ഇനിയും തുടരും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.